കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ താഴെ കുറേ പേര് എന്നോട് ഇഡ്ഡലിയുടെ മെഷർമെൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു മെഷർമെൻ്റാണ് കാണിക്കുന്നത്. ഇഡ്ഡലി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും ഏതെങ്കിലും ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു മെഷറിംഗ് കപ്പിലോ അളന്നിടുന്നതായിരിക്കുമേ നല്ലത്. ഇനി അതേ ഗ്ലാസ്സിന് തന്നെ 1/4 കപ്പ് ഉഴുന്നും എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്നാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ്. ഇനി ഇത് നന്നായിട്ട് കഴുകിയ ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 മണിക്കൂർ നേരം കുതിരാനായിട്ട് വെക്കണം. 3 മണിക്കൂറിന് ശേഷം ആദ്യം ഉഴുന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഉഴുന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേ മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു 6 ടേബിൾ സ്പൂണാണ് ചോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ കുത്തരിയുടെ ചോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളവും ചേർത്ത് ചെറിയ രീതിയിൽ തരിതരിപ്പോട് കൂടി അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഉഴുന്ന് ഒഴിച്ച പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിനെ ഒരു 8 മണിക്കൂർ നേരം പുളിപ്പിക്കാനായിട്ട് വെക്കണം. നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് നല്ല പൊങ്ങി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഒരിക്കലും ഇഡ്ഡലിയുടെ മാവ് ഇതുവരെ ഫ്ലോപ്പായി പോയിട്ടില്ല. ഞാൻ എപ്പോഴും ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇഡ്ഡലി പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് വന്ന ശേഷം നമുക്കിതിലേക്ക് ആ ഒരു ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഗ്രീസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇഡ്ഡലി ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. ഇഡ്ഡലി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഇത് വിട്ടിരുന്ന് നന്നായിട്ട് തണുക്കട്ടെ. ഞാൻ ഇതേ ബാറ്ററിൽ തന്നെയാണ് എപ്പോഴും ദോശ ഉണ്ടാക്കാറ്. എനിക്ക് അടിപൊളിയായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ക്രിസ്പി ദോശയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇഡ്ഡലി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇതുപോലെ ഞാൻ നല്ല സിമ്പിളായിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. നല്ലെണ്ണ തേക്കുമ്പം എനിക്ക് എപ്പോഴും ഇതുപോലെ പാത്രത്തിൽ നിന്ന് ഇളക്കി കിട്ടാറുണ്ട്. അപ്പം നമ്മുടെ ദോശയും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഇഡ്ഡലി കണ്ടോ നല്ല അടിപൊളി പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന കണ്ടോ. അപ്പോൾ ഇതിന് കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയും സാമ്പാറുമാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളിലൊന്നാണ്. ഇതുവരെ ഉണ്ടാക്കിയിട്ടും ഇഡ്ഡലി ശരിയാക്കാത്തവരെ ഈ ഒരു മെഷർമെൻറ്റിലൊന്ന് ഉണ്ടാക്കി നോക്ക്. എന്തായാലും നിങ്ങൾക്ക് ശരിയാക്കി കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.